വകുപ്പ് മന്ത്രിക്ക് സംസാരിക്കാവുന്നതാണ്. സംസ്ഥാനത്ത് മയക്കുമരുന്നിന്റെ വ്യാപനം ക്രമാതീതമായി വർദ്ധിച്ചു വരുന്നു. അത് പ്രത്യേകിച്ചും വിദ്യാർത്ഥികൾക്കിടയിൽ വളരെയേറെ വേഗത്തിൽ വ്യാപിക്കുന്നു എന്നാരോപിച്ച് സഭ നിർത്തിവെക്കുന്നതിനുള്ള അനുമതി തേടിക്കൊണ്ട് ബഹുമാനപ്പെട്ട അംഗങ്ങൾ നൽകിയ നോട്ടീസ് സർക്കാർ വിശദമായി പരിശോധിച്ചു. ഗൗരവമുള്ള വിഷയം തന്നെയാണ് നോട്ടീസിൽ പരാമർശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സജീവ ശ്രദ്ധയോടെയും കാര്യഗൗരവത്തോടെയും തന്നെയാണ് സർക്കാർ ഈ വിഷയത്തെ സമീപിച്ചിരിക്കുന്നത്. പക്ഷേ സംസ്ഥാനത്തെ ലഹരി വ്യാപനത്തെ തടയുന്നതിനായുള്ള സംസ്ഥാന സർക്കാരിന്റെ സംവിധാനങ്ങൾ പരിപൂർണമായും പരാജയമാണെന്ന പ്രതിപക്ഷങ്ങളുടെ ആരോപണം തീർത്തും അവാസ്തവമാണ്. 2 വർഷത്തെ കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ 2024 10,761 പരിശോധനാ നിരക്കാണ് നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായിട്ടുള്ളതെങ്കിൽ അത് 2025 ആയപ്പോഴേക്കും 10 മടങ്ങായി വർദ്ധിപ്പിക്കാനും 1,71,720 എത്തിക്കുവാനും നമ്മുടെ സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എക്സൈസ് വകുപ്പ് അതീവ ശ്രദ്ധയോടെ തന്നെയാണ് സംസ്ഥാനത്ത് പ്രവർത്തിച്ചു വരുന്നത്. അതിനായുള്ള ആൾബലവും വാഹന സൗകര്യങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാവിധ സംവിധാനങ്ങളും സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ നൽകി വരുന്നുണ്ട്. വിദ്യാർത്ഥികളും പൊതുജനവും കാലവും നോക്കിയ മാറിച്ച് ഇന്ന് ലഹരി എന്ന മഹാവിപത്തിനെ കുറിച്ച് ബോധവാന്മാരാണ് കുട്ടികൾ ഉൾപ്പെടെയുള്ള സമൂഹം. അതിനുവേണ്ടിയുള്ള എല്ലാവിധ ബോധവൽക്കരണ പ്രവർത്തനങ്ങളും സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ നടത്തുന്നുണ്ട്. സർ, വിമുക്തി കേരള പോലീസിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന വിമുക്തി എന്ന പദ്ധതി ഉൾപ്പെടെ ഒട്ടേറെ പ്രവർത്തനങ്ങളാണ് സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കി വരുന്നത്. യോദ്ധാവ് എന്ന പദ്ധതിയിലൂടെ സമൂഹത്തിലെ ഓരോ വ്യക്തികളും ലഹരിക്കെതിരെയുള്ള യോദ്ധാക്കളാണ് സർ. വിമുക്തി എന്ന പദ്ധതിയും ലഹരിയിൽ നിന്നും നമ്മെ വിമുക്തമാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി വരുന്നത്. അതുപോലെ തന്നെ കുട്ടികൾ ലഹരി ഉപയോഗിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടാൽ അത് ഉടനെ തന്നെ നടപടിയെടുക്കാതെ കൗൺസിലിംഗും ചികിത്സയും നൽകി കുട്ടികളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന തരത്തിലുള്ള നേർവഴി എന്ന പദ്ധതിയും സർക്കാർ നടപ്പിലാക്കുന്നുണ്ട്. അതുപോലെ ഓപ്പറേഷൻ ഡി ഹണ്ട് കേരള പോലീസിന്റെ നേതൃത്വത്തിൽ മികച്ച തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഓപ്പറേഷൻ ഡി ഹണ്ട് കാഴ്ചവെക്കുന്നത്. സർ, ഒരു നിമിഷം. വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥി ക്ലബ്ബുകളും വിദ്യാർത്ഥി സേനാ വിഭാഗങ്ങളും ലോകത്തിന്റെ തന്നെ മാതൃകയാകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കുന്നത്. ഇത്തരത്തിൽ ആസൂത്രിതവും കാര്യക്ഷമവുമായ നടപടികളെല്ലാം കേരള സർക്കാരിന്റെ നേതൃത്വത്തിൽ നടന്നു വരികയാണ്. സർ, ബഹുമാനപ്പെട്ട അംഗങ്ങൾ നോട്ടീസിൽ പരാമർശിച്ചിരിക്കുന്ന ആരോപണങ്ങൾക്കുള്ള മറുപടിയാണ് ഞാനിപ്പോൾ നൽകിയത്. കൂടുതൽ വിശദാംശങ്ങൾ ബഹുമാനപ്പെട്ട അംഗം സംസാരിച്ചതിന് ശേഷം നൽകാവുന്നതാണ്. ബഹുമാനപ്പെട്ട അംഗം കുമാരി ഐശ്വര്യത്തിന് സംസാരിക്കാവുന്നതാണ്. സർ, സമൂഹത്തെ ഇത്രയും ഗൗരവമായ കാര്യത്തിൽ ബഹുമാനപ്പെട്ട മന്ത്രി ഇത്ര ലാഘവത്തോടുകൂടി കാണുന്നതിൽ സങ്കടമുണ്ട്. സർ, ജനങ്ങളുടെ പ്രതിനിധിയായ ബഹുമാനപ്പെട്ട മന്ത്രി ജനങ്ങൾക്ക് വേണ്ടിയാണ് വാദിക്കേണ്ടത്. ജനങ്ങൾ ഉണ്ടാക്കിയ വിഷയത്തിൽ ഭീതിയിലാണ്. ബഹുമാനപ്പെട്ട മന്ത്രി പറയുകയുണ്ടായി അടിയന്തരമായി ഇവിടെ ചർച്ച ചെയ്യേണ്ട വിഷയമല്ല ഇത്. പിന്നെ ഏത് വിഷയമാണ് സർ ഇവിടെ അടിയന്തരമായി ചർച്ച ചെയ്യേണ്ടത്? സമ്പാദ്യമാണ് ആ നാട്ടിലെ പുതുതലമുറ. നമ്മുടെ നാടിന്റെ സമ്പാദ്യമാകേണ്ട പുതുതലമുറയിലെ വിദ്യാർത്ഥികൾക്കിടയിൽ ഇന്ന് MDMA പോലുള്ള മാരകമായ ലഹരി വസ്തുക്കളുടെ വ്യാപാരം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കതിരിൽ വളം വെച്ചിട്ട് കാര്യമില്ല എന്ന് നമ്മുടെ പൂർവ്വർ പറഞ്ഞിട്ടുണ്ട്. ലഹരി ഇത്രത്തോളം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിലല്ലാതെ പിന്നെ അതെല്ലാം പരിപാടിക്ക് ശേഷമോ ഈ വിഷയത്തെ ചർച്ച ചെയ്യേണ്ടത്? അതിനുശേഷമോ സ്വീകരിക്കേണ്ടത്? അതിനാൽ തന്നെ ഇത്രയും ഗൗരവമായ വിഷയത്തെ സഭാ നടപടികൾ നിർത്തിവെച്ചുകൊണ്ട് ചർച്ച ചെയ്യണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. സർ, ലഹരി മൂലം തകരുന്ന ജീവിതങ്ങളെ മുൻനിർത്തി ഒരു അടിയന്തരമായ ഒരു സംഭവത്തെ കുറിച്ച് ഞാൻ ഇവിടെ പറയുകയാണ്. സ്വന്തം അമ്മയെയും അനുജനെയും മുത്തശ്ശിയും തലക്കടിച്ചു കൊന്നതിനു ശേഷം കണ്ണി ചോരയില്ലാതെ തനിക്കു ജന്മം നൽകിയതിനുള്ള ശിക്ഷയാണ് താൻ നടപ്പിലാക്കിയതെന്ന് പറഞ്ഞാൽ ആശിക്കിനെ സർക്കാർ മറക്കുവാനാണല്ലോ. സർ, ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് മുദ്ര കുത്തിയ ഈ നാട്ടിൽ ദൈവത്തിന് കണ്ടു നിൽക്കാൻ പോലും ആകാത്ത സാമൂഹ്യ പ്രശ്നങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെ സർക്കാർ എത്ര മൂടി വെക്കാൻ ശ്രമിച്ചാലും അത് പുറത്തു വരുന്നതല്ലേ. സർ, കണക്കുകൾ പ്രകാരം ലഹരി ഉപയോഗിക്കുന്നവരെക്കാൾ കൂടുതൽ ലഹരി വ്യാപാരം ചെയ്യുന്നവരുടെ കേസുകളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്.
ബഹുമാനപ്പെട്ട എക്സൈസ് വകുപ്പ് മന്ത്രി. ഏറെക്കുറെ നോട്ടീസിൽ ഉന്നയിച്ചിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ബഹുമാനപ്പെട്ട അംഗം ഇവിടെ പറഞ്ഞു വച്ചിരിക്കുന്നത്. വിഷയത്തെ സത്യസന്ധമായി അവതരിപ്പിക്കുന്നതിന് പകരം ബഹുമാനപ്പെട്ട അംഗം സർക്കാരിനെ രാഷ്ട്രീയമായി ആക്രമിക്കാനാണ് ശ്രമിച്ചിരിക്കുന്നത്. എന്നിരുന്നാലും പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾ പോലും മുഖവിലക്കെടുക്കുന്ന സർക്കാരാണ് ഈ നാട്ടിൽ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ ഞാൻ വിശദമാക്കാം. സർ, രാജ്യത്തെ ഡ്രഗ്സ് ക്യാപിറ്റൽ എന്നറിയപ്പെടുന്ന സംസ്ഥാനം പഞ്ചാബാണ്. സർ, കേരളത്തിലെ ലഹരി ഉപയോഗത്തെ തുടർന്നുള്ള അറസ്റ്റ് രേഖപ്പെടുത്തിയവരുടെ എണ്ണവും പഞ്ചാബിലേക്കുമായി താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. സർ, കേരളത്തിലെ ലഹരി ഉപയോഗത്തെ തുടർന്നുണ്ടായ അറസ്റ്റ് പഞ്ചാബിലേതിനേക്കാൾ എത്രയോ അധികമാണ്. ഇതിൽ നിന്നും കേരളത്തിൽ നിലനിൽക്കുന്ന എൻഫോഴ്സ്മെന്റ് സംവിധാനത്തിന്റെ ശക്തിയെ കുറിച്ചാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യുന്നതിലും സ്വത്ത് കണ്ടെത്തുന്നതിലും കൺവിക്ഷൻ റേറ്റിന്റെ കാര്യത്തിലും നമ്മുടെ സംസ്ഥാനം ഒന്നാമതായി നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. ഓപ്പറേഷൻ സീ ഹണ്ട് മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കുന്നത്. സർ, 3 മാസം കൊണ്ട് 1,70,720 പേരെയാണ് പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുള്ളത് എന്നത് ഏറ്റവും മാതൃകാപരമായ കാര്യത്തെയാണ് കാഴ്ചവെക്കുന്നത്. സർ, അതുപോലെ തന്നെ ജനങ്ങളെ ഒട്ടാകെ അണിനിരത്തിക്കൊണ്ട് ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഈ സർക്കാർ നടപ്പിലാക്കി വരുന്നുണ്ട്. സർ, വിദ്യാർത്ഥികൾ, സ്കൂളുകളിലെയും കലാലയങ്ങളിലെയും വിദ്യാർത്ഥികൾ ഒട്ടാകെ ലഹരിക്ക് അടിമപ്പെട്ടവരാണെന്ന് ആരോപണം ഉന്നയിച്ച പ്രതിപക്ഷം ഈ നാട്ടിലെ വിദ്യാർത്ഥി സംഘടനകളായ SPC, NCC, NSS പോലുള്ള വിദ്യാർത്ഥി സേനാ വിഭാഗങ്ങളുടെ നേതൃത്വത്തിൽ തുടർച്ചയായി ലഹരിക്കെതിരെ നടപ്പിലാക്കുന്ന പ്രവർത്തനങ്ങളൊന്നും കാണുന്നില്ലേ? അതോ കണ്ടിട്ടും മനസ്സിലാക്കുകയാണോ ചെയ്യുന്നത്? സർ, ബഹുമാനപ്പെട്ട അംഗത്തിന്റേത് കാടടച്ച് വെടിവെക്കുന്ന പ്രതികരണമായി പോയി. സർ, സമൂഹത്തിലെ ചില ഒറ്റപ്പെട്ട സംഭവങ്ങളുടെ പേരിൽ ഈ നാട്ടിലെ വിദ്യാർത്ഥി സമൂഹത്തെയാകെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന പരാമർശമായി പോയി ബഹുമാനപ്പെട്ട അംഗത്തിന്. സർ, ഞാൻ പറയട്ടെ, ഒട്ടേറെ പ്രവർത്തനങ്ങൾ സംസ്ഥാന സർക്കാർ ഈ ലഹരിക്കെതിരെ ഈ നാട്ടിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. സർ, രാസലഹരികൾക്ക് കുട്ടികളെ വിട്ടുകൊടുക്കാതെ കായിക രംഗത്തേക്കും കലാരംഗത്തേക്കും കുട്ടികളുടെ ശ്രദ്ധ തിരിക്കുന്നതിനായി വിവിധതരം ക്യാമ്പയിനുകൾ, തലയാട് ലഹരി, കായികമാണ് ലഹരി തുടങ്ങിയ ഒട്ടേറെ ക്യാമ്പയിനുകളാണ് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്നത്. സർ, കായിക രംഗത്തേക്ക് കുട്ടികളുടെ ശ്രദ്ധ തിരിക്കുന്നതിനായി എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ഉണർവ് എന്ന പദ്ധതിയും നടപ്പിലാക്കിയ കാര്യം സഭയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇത്തരത്തിൽ ഒട്ടേറെ പ്രവർത്തനങ്ങൾ സംസ്ഥാന സർക്കാർ ലഹരിക്കെതിരെ നടപ്പിലാക്കുന്നുണ്ട്. സർ, കുറ്റപ്പെടുത്താനല്ല സർ പ്രതിപക്ഷം സമയം കണ്ടെത്തേണ്ടത്. സർ, വ്യാപാരമേ ഹനനമാ മനവേടമുണ്ടോ വ്യാപന്നമായി കഴുകരെന്നും പ്രബോധമെന്നും. സർ, ഞാൻ പറഞ്ഞു വരുന്നത് ഈ നാട്ടിലെ ലഹരി, വ്യാപിച്ചു വരുന്ന ലഹരിക്ക് പ്രതിപക്ഷമെന്നോ ഭരണപക്ഷമെന്നോ ഭേദമില്ല. സർ, ഈ സമൂഹത്തിലെ ലഹരിയെ പൂർണ്ണമായി തുടച്ചു നീക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആവിഷ്കരിക്കുന്ന പ്രവർത്തനങ്ങൾക്കൊക്കെ പ്രതിപക്ഷത്തിന്റെ സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്നാണ് സർ ഞാൻ ആവശ്യപ്പെടുന്നത്. സർ, ഈ ലഹരി എന്ന വിഷയത്തിൽ സംസ്ഥാന സർക്കാർ അതീവ ശ്രദ്ധ പുലർത്തുന്നുണ്ട്. അതിനായി വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കുന്നുണ്ട്. സർ, കേരളം ലഹരിയുടെ തുരുത്തല്ല. സർ, എന്നിട്ടും ഈ ലഹരിക്കെതിരെ നടക്കുന്ന പ്രവർത്തനങ്ങൾക്ക് ഒരണുവിട കുറവ് സംഭവിക്കുന്നില്ല. സർ, കാരണം അത്തരത്തിൽ ബോധവും ബോധ്യവുമുള്ള സർക്കാർ തന്നെയാണ് സർ ഈ സംസ്ഥാനത്ത് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത്, ഈ പ്രതിപക്ഷം സർക്കാരിനെ കുറ്റപ്പെടുത്താനല്ല സർ സമയം കണ്ടെത്തിയത്. സർക്കാർ ഈ ലഹരിക്കെതിരെ ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അതിന് പ്രതിപക്ഷത്തിന്റെ എല്ലാവിധ സഹായ സഹകരണങ്ങളും വേണമെന്ന് ഞാൻ അറിയിക്കുന്നു. തുടർന്ന് ഈ വിഷയം ഈ സർക്കാർ അതീവ ശ്രദ്ധ പുലർത്തുന്നത് കാരണം തന്നെ സഭയുടെ വിലപ്പെട്ട സമയം പാഴാക്കേണ്ടതില്ലെന്നും ഈ വിഷയം ഈ സഭയിൽ ചർച്ച ചെയ്യേണ്ടതില്ലെന്നും ഞാൻ സഭയെ അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട എക്സൈസ് വകുപ്പ് മന്ത്രിയുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ നടപടികൾ നിർത്തിവെക്കാനുള്ള ഉപക്ഷേപത്തിന് അവതരണാനുമതി നിഷേധിക്കുന്നു. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്. സർ, കോവിഡ്, നിപ്പ പോലുള്ള മഹാമാരികൾക്കെതിരെ ശക്തമായി കേരളം പോരാടിയപ്പോൾ ഇതാ അതിനേക്കാൾ ഭീകരമായ മയക്കുമരുന്ന് എന്ന ലഹരി നമ്മുടെ കേരളത്തെ പിടികൂടിയിരിക്കുകയാണ്. ഇന്ന് യുവജനങ്ങളെ മാത്രമല്ല, മറിച്ച് 4-5 ക്ലാസുകളിൽ പഠിക്കുന്ന കൊച്ചു
ലക്ഷ്യവുമായി അന്തർസംസ്ഥാന മാഫിയകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അനുദിനം അതിന്റെ എണ്ണം വർദ്ധിച്ചുകൊണ്ടായിരിക്കുന്നത്. എന്നിട്ട് പോലും ചെക്ക് പോസ്റ്റുകളിൽ യാതൊരുവിധ പരിശോധനയും കൂടാതെ ഇപ്പോഴും അത് നമ്മുടെ സംസ്ഥാനങ്ങളിലേക്ക് തന്നെ എത്തുന്നുണ്ട്. ഇവിടെ ഈ വിഷയം കൃത്യമായ രീതിയിൽ ചർച്ച ചെയ്തിരുന്നു എന്നുണ്ടെങ്കിൽ അതിനുള്ള ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ നമുക്ക് ലഭിച്ചേനെ. എക്സൈസ് വകുപ്പ് ഇതിൽ പരാജയപ്പെട്ടതുകൊണ്ടാണോ ഗവൺമെന്റ് ഇതിനെതിരെ മൗനം പാലിക്കുന്നത്? അതുപോലെ തന്നെ മുൻപ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് സംസാരിച്ചതുപോലെ വകുപ്പിന് ആവശ്യമായ വാഹനങ്ങളും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും നൽകുന്നതിന് ബഹുമാനപ്പെട്ട മന്ത്രിക്ക് യാതൊരുവിധ താല്പര്യവും ഉള്ളതായി ഞങ്ങൾക്ക് അറിയില്ല. സർക്കാരിന്റെ ഈ ഒരു നിലപാടിൽ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് ഞാനും എന്റെ കക്ഷിയിലെ അംഗങ്ങൾ വാക്കൗട്ട് നടത്തുന്നു. സ്കൂളിൽ പോയി ക്ഷണിക്കൽ കുമാരി അനഘ എസ് എം. ഞാൻ